റഷ്യ യു എസ് ഭിന്നത നിർണായക തലത്തിലേക്ക് ഉയരുന്നു. യു എസിൻ്റെ ധിക്കാരത്തിന് റഷ്യ രൂക്ഷമായ മറുപടിയും നൽകിയിരുന്നു. ഇറാനല്ല റഷ്യയെ നോർക്കണം എന്നായിരുന്നു റഷ്യ ട്രംപിനെ ഓർമ്മപ്പെടുത്തിയത്. അതിനിടെ നിർണായക നീക്കവുമായി റഷ്യ മുന്നോട്ടു പോകുന്നു. ഹ്രസ്വ ഇടത്തരം ആണവ മിസൈലുകൾ വിന്യസിക്കുന്നതിനുള്ള മൊറട്ടോറിയം റഷ്യ എടുത്തു കളയുന്നു. റഷ്യൻ വിദേശകാര്യ മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത്. അതിനൊപ്പം റഷ്യയുടെ മുൻ പ്രസിഡന്റ് ദിമിട്രി മെദ്വദേവ് നാറ്റോയുടെ റഷ്യൻ വിരുദ്ധ നയത്തെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. റഷ്യ കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്നും മെദ്വദേവ് മുന്നറിയിപ്പ് നൽകി. യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി സോഷ്യൽ മീഡിയയിൽ വാക്പോരിലാണ് റഷ്യയുടെ മുൻ പ്രസിഡന്റ്. തിങ്കളാഴ്ചയാണ് ഹ്രസ്വ ഇടത്തരം മിസൈൽ വിന്യാസങ്ങൾക്കുള്ള എല്ലാ നിയന്ത്രണങ്ങളും റഷ്യ ഔദ്യോഗികമായി പിൻവലിച്ചതായി വിദേശകാര്യ മന്ത്രാലയം പ്രഖ്യാപിച്ചത്. ഇൻ്റർമീഡിയറ്റ് റേഞ്ച് ന്യൂക്ലിയർ ഫോഴ്സസ് ഉടമ്പടി പ്രകാരമുള്ള മൊറട്ടോറിയമാണ് റഷ്യ ഔദ്യോഗികമായി പിൻവലിച്ചത്. യൂറോപ്പിലും ഏഷ്യ പസഫിക്കിലും പുതുതായി വികസിച്ചു വരുന്ന സാഹചര്യമാണ് ഹ്രസ്വ ഇടത്തരം മിസൈലുകളുടെ വിന്യാസത്തെക്കുറിച്ചുള്ള പുനർവിചിന്തനത്തിന് പ്രേരിപ്പിച്ചതെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ആഗോള സന്തുലനാവസ്ഥ അസ്ഥിരപ്പെടുത്തുന്നതിന് യു എസിനെയും നാറ്റോയെയും റഷ്യ കുറ്റപ്പെടുത്തി. 500 മുതൽ 5500 കിലോമീറ്റർ വരെ ദൂരമുള്ള ഭൂതല മിസൈലുകൾ വിന്യസിക്കാൻ റഷ്യയ്ക്കിപ്പോൾ കഴിയും. 2 യു എസ് ആണവ അന്തർവാഹിനികളെ റഷ്യയോടടുത്തുള്ള മേഖലയിൽ അടുപ്പിച്ചതായി യു എസ് പ്രസിഡന്റ് ട്രംപ് സ്ഥിരീകരിച്ചിരുന്നു. ട്രംപിൻ്റെ പ്രഖ്യാപനം നടന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് അതിനിർണായകം എന്ന് വിലയിരുത്തുന്ന നീക്കവുമായി റഷ്യ മുന്നോട്ടു പോകുന്നത്. റഷ്യ തീരുമാനം പ്രഖ്യാപിച്ചതിന് പിന്നാലെ പരസ്യ പ്രസ്താവനയുമായി മെദ്വദേവും രംഗത്തു വന്നു. മൊറട്ടോറിയം പിൻവലിക്കാനുള്ള തീരുമാനത്തിന് കാരണം നാറ്റോയുടെ റഷ്യ വിരുദ്ധ നീക്കങ്ങളാണെന്നും മെദ്വദേവ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. കഴിഞ്ഞ കുറേ നാളുകളായി നേരിട്ടല്ലെങ്കിലും പരോക്ഷമായി യു എസും റഷ്യയും ഏറ്റുമുട്ടുന്നുണ്ട്. ഇപ്പോൾ യു എസും റഷ്യയും പരസ്പരം നേരിട്ട് കൊമ്പ് കോർക്കുകയാണ്. കഴിഞ്ഞ ദിവസം മെദ്വദേവ് ഒരു പ്രസ്താവന നടത്തിയിരുന്നു. സോവിയറ്റ് യൂണിയൻ്റെ കാലത്തെ ആണവശേഷി റഷ്യയ്ക്ക് ഇപ്പോഴും ഉണ്ടെന്നാണ് മെദ്വദേവ് പറഞ്ഞത്. പിന്നാലെ യു എസ് അത് ഏറ്റുപിടിക്കുകയും ചെയ്തു. ട്രംപ് ഭീഷണി നാടകം തുടരുകയാണെന്നും മെദ്വദേവ് പറഞ്ഞിരുന്നു. റഷ്യ ഇറാനോ ഇസ്രായേലോ അല്ലെന്ന് ട്രംപ് ഓർക്കണമെന്നും മെദ്വദേവ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. മെദ്വദേവിന് മറുപടിയുമായി ട്രംപ് പിന്നാലെ എത്തി. വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്നാണ് മെദ്വദേവിനെ ട്രംപ് ഓർമ്മിപ്പിച്ചത്. 2 ആഴ്ചയ്ക്കകം യുക്രൈനുമായി സമാധാന കരാർ ഉണ്ടാക്കണമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. അങ്ങനെ ചെയ്തില്ലെങ്കിൽ റഷ്യയ്ക്ക് മേൽ കടുത്ത ഉപരോധം ഏർപ്പെടുത്തുമെന്നാണ് കഴിഞ്ഞ ദിവസം ട്രംപ് ഭീഷണി മുഴക്കിയത്. റഷ്യയ്ക്ക് സമയപരിധി കൽപ്പിക്കരുതെന്ന് മെദ്വദേവ് ട്രംപിന് മറുപടിയും നൽകി. ട്രംപ് വളരെ വലിയ തെറ്റാണ് ചെയ്യുന്നതെന്നും മെദ്വദേവ് തുറന്നടിച്ചു. അതിനിടയിലാണ് ആശങ്കയുയർത്തുന്ന നീക്കവുമായി യു എസ് മുന്നോട്ട് പോയത്. റഷ്യയുടെ അടുത്തായി 2 ആണവ അന്തർവാഹിനികൾ വിന്യസിക്കാനാണ് ട്രംപ് ഉത്തരവിട്ടത്. ഇതോടെയാണ് വാക്പോര് നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് പോവുകയാണോ എന്ന ആശങ്ക ഉയർന്നത്. ഈ സാഹചര്യത്തിലാവും പുതിയ നീക്കവുമായി റഷ്യയും മുന്നോട്ട് പോകുന്നത്.